വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ചക്ക കിട്ടുന്ന ആ ഒരു സമയമാണല്ലേ. ഇപ്പോൾ ചക്ക സീസണാണ്. എന്നാൽ നമുക്ക് ചക്ക വെച്ചിട്ട് ഒരു ഹൽവ ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിതാ ഈ ഒരു ബൗള് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചക്ക അരച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്തല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ള എള്ളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് ഇതിലൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ചക്ക ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റൈസിൻസും കാഷ്യൂ ഒക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ചക്ക നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു തേങ്ങാപ്പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ഈ ഒരു ചക്കക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം കൈയെടുക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ടീസ്പൂണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ കണ്ടില്ലേ, ഇത്തിരി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു സോസ് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, കൈവെക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയണത് ആ ഒരു സോസ് പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിലാവണം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ റൈസിൻസ് ഒക്കെ അല്ലേ, അതൊന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ ഒരു കാഷ്യൂവും അതുപോലെ തന്നെ റൈസിൻസൊക്കെ നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യ് തന്നെയാണ് അല്ലേ. അത്യാവശ്യം നല്ലോണം നെയ്യ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഏകദേശം ഒരു 7-8 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റിൽ ഒരു ചെറിയ കഷ്ണം വാഴേൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂവും റൈസിൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മളെ ഈ ഒരു ഹൽവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിത് കൈവെക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ആ ഒരു പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്, കണ്ടില്ലേ.
ഇപ്പോൾ ദാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ദാ ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു പാത്രമല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതാ വേറൊരു പാത്രത്തിലേക്ക് അതിനെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചക്കയും തേങ്ങാപ്പാലും നെയ്യൊക്കെ കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള നട്ട്സിൽ അതുപോലെ തന്നെ റൈസിൻസിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.